നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പം ഞാൻ എന്നുള്ളത് ആർ സിറ്റി മോളിലാണ്, കട്കപ്പൂരിലുള്ള. ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഒബ്വിയസ്ലി ഇവിടെ ഐനോക്സിൻ്റെ ഒരു ഐമാക്സ് ഉണ്ട്. സോ അത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ആക്ച്വലി മോൾ ഇഷ്ടമായി. ഇതിൻ്റെ ബിൽഡിംഗ് ഒരു രസമുള്ള ബിൽഡിംഗ് ആട്ടോ. സാധാരണ കാണുന്നൊരു മോളിൻ്റെ ബിൽഡിംഗ് പോലെ അല്ല എനിക്ക് തോന്നിയത്. പിന്നെ ഐനോക്സിലേക്ക് വരുവാണെങ്കിൽ ആക്ച്വലി ഐനോക്സ് ഒരു നല്ലൊരു ഐനോക്സ് ആണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, നമ്മുടെ സെക്യൂരിറ്റി ഏരിയ കഴിഞ്ഞ് പോകാണ്ട് തന്നെയും നമുക്ക് ആക്ച്വലി ഇവിടെ റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. ഇപ്പോൾ ബോക്സ് ഓഫീസ് ഉണ്ട്, ഇവിടുത്തെ സ്പെക്സ് എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻസിഗ്നി ഉണ്ട്, ഐമാക്സ് ഉണ്ട്, ലേസർ ഉണ്ട്, അറ്റ്മോസ്ഫിയർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്ലേ ഏരിയ എന്ന സ്ഥലത്തുണ്ട്, അവിടെയും സീറ്റിംഗ് ഉണ്ട്. ഇത് നമ്മുടെ സെക്യൂരിറ്റി ഏരിയയ്ക്ക് മുമ്പാണത്. അപ്പോൾ നമുക്ക് അവിടെയും റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. സോ അത് ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ ഇന്ന് ടിക്കറ്റ് റേറ്റ് കുറവായിരുന്നു, വീക്ക് ഡേ ആണ്. പിന്നെ ആ സിനിമയ്ക്ക് ആളുണ്ടായിരുന്നില്ല. എനിക്ക് സോണിക്കിൻ്റെ സ്റ്റാൻഡ് ഭയങ്കര ഇഷ്ടമായി, ഈ ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള കൊള്ളാം. അപ്പോൾ അകത്ത് കയറിയപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ആക്ച്വലി അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിലും ഇവിടെ എല്ലാ സാധനങ്ങളും നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു കൺജസ്റ്റഡ് ഫീൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ സീറ്റിംഗ് ഏരിയയും ഫുഡിൻ്റെ ഏരിയ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി വെച്ചുകൊണ്ട് ഒരു കൺജഷൻ ഫീൽ എനിക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ ആക്ച്വലി നല്ല സ്പേസുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐമാക്സിൻ്റെ എൻട്രി. ഒബ്വിയസ്ലി ഞാൻ ഗെയിം ചേഞ്ചർ കാണാൻ വേണ്ടി വന്നതാണ്. നോക്കാം. പിന്നെ ഇവിടെയുള്ള ഇൻസിഗ്നിയാണ് സെപ്പറേറ്റ് റെസ്റ്റിംഗ് ഏരിയ ആണത്. ഓക്കെ. അപ്പോൾ ഐനോക്സിൻ്റെ ഒരു ലൈറ്റഡ് ആയിട്ടുള്ള ലോഗോ ഇവിടെയുണ്ട്. ആക്ച്വലി അത് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ ഈ 55 ഫീറ്റിൻ്റെ സ്ക്രീനാണ് കാണുന്നത്. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ടാണെന്നുള്ള ഈ റെഡ് കളർ സീറ്റ് ഐമാക്സിൽ അവർ ഐനോക്സിൽ വെച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു ഓഫായിരുന്നു എനിക്ക്. പിന്നെ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു 2K സീനൻ പ്രൊജക്ഷനും കാണാം. പിന്നെ അതിൻ്റെ ഒപ്പം ഇതൊരു 5 ചാനൽ ഓഡിയാണ്. അപ്പം നമുക്ക് ഓൾഡ് ഐമാക്സ് സ്പീക്കേഴ്സും കാണാം. എനിക്ക് റെഡ് കളർ സീറ്റ് ഇഷ്ടമായില്ല, കാണാനും ഒരു സുഖമില്ല, ഇരിക്കാനും ഇത് ഓക്കെ സീറ്റായിരുന്നു. പിന്നെ മാത്രമല്ല ഈ ഐമാക്സിനകത്ത് റെഡ് കളർ സീറ്റ് ആക്ച്വലി ഇതിൻ്റെ ഐമാക്സ് 5 തരുന്നില്ല. പിന്നെ ഒബ്വിയസ്ലി ഇതിൻ്റെ ലൈറ്റിങ് LED ഏരിയയൊക്കെ പൊതുവെയുള്ള നമ്മൾ ഐനോക്സിൻ്റെ ബിഗ് പിക്സിലോ അല്ലെങ്കിൽ ഇവിടെ ഐമാക്സിലോ പോയി കാണുന്ന സ്ഥിരം ഓടിയാണ്. പക്ഷേ എനിക്ക് ഈ സീറ്റ് കാരണമാണെന്ന് അറിയില്ല, ഒരു ഐമാക്സ് 5 എനിക്ക് ഇവിടെ കിട്ടിയില്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റീപ്നെസ് ഭയങ്കര നല്ലതാണ്. ഏതൊരു ഐനോക്സ് ഓടിക്കും ഞാൻ സ്ഥിരമായി കാണുന്നതാണ്. അവർ ഈ സ്റ്റീപ്നെസ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോയ സീവുഡ്സ് ഐമാക്സ്, സിനിപോൾ സീവുഡ്സ് ഐമാക്സ് പോലത്തെ കർവ് ഇവിടെ ഇല്ലായിരുന്നു. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു റോ. ആക്ച്വലി സ്ക്രീൻ 55 ഫീറ്റ് 55 ഫീറ്റ് ഉള്ളെങ്കിലും ആക്ച്വലി ഈ സ്ക്രീനിന് പറ്റിയ സൈസാണ് കേട്ടോ. പക്ഷേ പിന്നെ ഈ സീറ്റ്സ് ആക്ച്വലി ബാക്ക് സീറ്റ്സ് ഐമാക്സ് പിക്സിന് പുറകെ വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതൊരു ഡിസൈൻ അല്ലേ എന്നാണ് എൻ്റെ സംശയം. പിന്നെ ബാക്കിൽ ഇരുന്നാലും ആക്ച്വലി വലിയ കുഴപ്പമില്ലാണ്ട് സ്ക്രീൻ കാണാൻ പറ്റും. പിന്നെ ഒബ്വിയസ്ലി ഇതാണ് ഐമാക്സിൻ്റെ ലെൻസ്. ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് സീനിലാണ്, അതുകൊണ്ടാണ് സൂം ചെയ്ത് കാണിച്ചത്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസറിലാണെങ്കിലും ഞാൻ ഇതേ ലെൻസ് തന്നെയാണ് കണ്ടതെന്ന് ഓർമ്മ. കാരണം നിങ്ങൾക്ക് കാണാൻ 2K ആണെങ്കിൽ ഇത്ര റേഞ്ചിലും 4K ആണെങ്കിൽ ഈ റേഞ്ചിലുമാണ് ഈ ലെൻസ് വർക്ക് ചെയ്യാന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഈ സെയിം ലെൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 2K സീനാണ്. അപ്പോൾ രണ്ടിലും ഈ സെയിം ലെൻസ് തന്നെ വെച്ചിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അൺഫോർച്യുനേറ്റ്ലി അത് ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവരവിടെ സിംഗിൾ ലേസർ പ്രൊജക്ട് കാണിച്ചത്. പിന്നെ ഏതവനാണ് ഇവിടെ ഈ സ്ലൈഡ് കൊണ്ടിട്ടെന്ന് അറിയില്ല. ഐമാക്സിൽ എങ്ങനെയാണോ Dolby 7.0 കിട്ടുന്നത്? ഇതൊക്കെ മാറ്റേണ്ടത്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ. അത് കഴിഞ്ഞ് ഡയറക്റ്റ് ഞാൻ കാണിക്കുന്നത് നിങ്ങളുടെ ഐമാക്സിൻ്റെ സ്പീക്കേഴ്സാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയുകയാണ്, ഇവിടുത്തെ സൗണ്ട് എക്സ്പീരിയൻസ് ആക്ച്വലി ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൻ്റെ വലുപ്പം കാണി 55 ഫീറ്റ് ഞാൻ ബാക്കിൽ ഇരുന്നാൽ പോലും ഈ രസത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ആക്ച്വലി ആകണ്ട ആ സീറ്റ്സിൻ്റെ സീറ്റ് ആക്ച്വലി ആ ഐമാക്സിൻ്റെ പുറകിലാണ് വരുന്നത്. ഇവിടെ ഒരു കൊച്ചു അങ്ങോട്ട് കൊണ്ട് ഓടി നടക്കുന്നുണ്ടല്ലേ, ആ കൊച്ച് ആക്ച്വലി ഭയങ്കര നല്ല കൊച്ചാണ് കേട്ടോ. വലിയ വികൃതിക്കാരൊന്നുമില്ല, ശബ്ദമൊന്നും ഉണ്ടായില്ല. സിനിമ തുടങ്ങി കഴിഞ്ഞാൽ ആളുടെ ഒരു ശബ്ദവും ഞാൻ കേട്ടിട്ടില്ല. സാധാരണ കുട്ടികൾ അങ്ങനെ നടക്കുന്ന കുട്ടികൾ ആക്ച്വലി വെച്ചുണ്ടാക്കും. പിന്നെ കണ്ട സിനിമ നല്ല ബോറായതുകൊണ്ട് കൊച്ചുങ്ങൾ ബഹളം ഉണ്ടാക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷേ ഈ കൊച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ തിയേറ്ററിനകത്ത് കാണാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്നെ ഇവിടെ കൂട്ടിയിട്ട് 10 പേരുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും സീറ്റിങ്ങിൻ്റെ സ്റ്റീപ്നെസ് ഭയങ്കര നല്ലതാണ്. അങ്ങനെയൊക്കെ അതുണ്ട്. പിന്നെ ഈ FOV ആക്ച്വലി വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ സിനിമ പ്ലേ ചെയ്യുമ്പോൾ സിംഗിൾ ലേസ് പ്രൊജക്ഷൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇത് ബാംഗ്ലൂരിന് ശേഷം കുറേ കാലത്തിന് ശേഷമാണ് ഞാനിത് ആക്ച്വലി ഫേസ് ചെയ്യുന്നത്. എന്തായാലും വളരെ മോശമായിപ്പോയി. അതും ഞാൻ ഐനോക്സിൽ തന്നെയാണ് ഫേസ് ചെയ്തത് ബാംഗ്ലൂരിലും. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാമ്പിൾസ് ഒക്കെ കാണിക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട ഐമാക്സിൽ ലോഗോ കാണിച്ചപ്പോൾ സിംഗിൾ പ്രൊജക്ഷൻ. नेक्स्ट सीएम मैं बड़े भाई को देने वाला प्रसाद नहीं है, पदवी। पार्टी का सपोर्ट भी मेरे साथ है. ഞാൻ ഈ ഗെയിം ചേഞ്ചർ ഓൾറെഡി ഞാൻ ഐമാക്സ് ലേസർ XD കണ്ടുകൊണ്ട് എനിക്കറിയാം ഈ സിനിമ ഭയങ്കര ബ്രൈറ്റും നല്ല കളർഫുൾ ആയിട്ടുള്ള സിനിമയാണ്. സിനിമ മോശമാണെങ്കിലും ഇവിടെ പക്ഷേ ആ ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നില്ല. ബ്രൈറ്റ്നസ് ഭയങ്കര ഡള്ളായിരുന്നു. കളേഴ്സ് വാസ് ഓക്കെ, കോൺട്രാസ്റ്റ് ഒട്ടും പോരായിരുന്നു. എന്തായാലും സൗണ്ട് നല്ലതായിരുന്നു. അതോ പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ആക്ച്വലി അത്ര നല്ലതല്ലായിരുന്നു. പിന്നെ ഈ റിസർവ്ഡ് സീറ്റ് ഈ മറ്റേ രാമായണ സിനിമ ഉണ്ടല്ലോ പ്രഭാസിൻ്റെ, അതിനുവേണ്ടി ഹനുമാൻ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ടും ഇതുപോലെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതേ ട്രിക്കല്ലായിരുന്നു അത്.
എന്തായാലും തബ്ബു ഇവിടെ ഒന്നും സിനിമ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു, കാരണം അവരുടെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയാലും മോശമാവാനാണ് സാധ്യത. എന്തായാലും നിങ്ങൾ ഈ ഐമാക്സിൽ ഖഡ്കപൂറിൽ ഐമാക്സിൽ ഒന്ന് സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു താഴത്ത് കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും ഇത്ര തന്നെ വീഡിയോ കണ്ടു നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.